മോനെ 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 എണീക്ക് മോനെ. നിന്നെ അമ്മ എവിടെയെല്ലാം തിരക്കി. നീ എന്തിനാ അമ്മയെ വിട്ടു പോയത്? നിനക്കറിയില്ലേ അമ്മയ്ക്ക് നീ അല്ലാതെ വേറെ ആരുമില്ലെന്ന്? വാ മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ വന്നില്ലെങ്കിൽ ഒരിറ്റ് വെള്ളം പോലും ഞാൻ ഇറക്കത്തില്ല. നീ എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? നീ അമ്മയെ വിട്ടു പോവോ? പറ, അമ്മയെ വിട്ടു പോവോ? ഞാൻ ഒരാളെ കാണാൻ. അമ്മച്ചി എന്താ ഇവിടെ? അത് കൊള്ളാം. പീറ്ററിന്റെ ഭാര്യ എത്ര ദിവസമായി സുഖമില്ലാതെ കിടക്കുന്നു ഇവിടെ. ഒന്നും പറഞ്ഞില്ലേ അവൻ? ഇല്ല. വല്യമ്മച്ചി, ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പോവാ. സൂക്ഷിച്ചു പോണേ. അമ്മച്ചി, ഞാൻ അങ്ങോട്ട്. ഇതുവരെ വന്നതല്ലേ, ഒന്ന് കയറി കണ്ടേച്ചു പോവാ. അല്ല, വാന്നേ. അല്ല, മോനെന്താ രാവിലെ പറയാതെ പോന്നത്? ഇറങ്ങുമ്പോ അമ്മച്ചി ഉണർന്നിട്ടുണ്ടായിരുന്നില്ല, അതാ. ആ, ഇവിടെ അടുത്ത് തന്നെ. വാ അമ്മച്ചി. മോളെ, വാ വാ. ഇന്ന് മോള് വാശി പിടിച്ച് വലിമിച്ചിയുടെ കുടങ്ങി പോകുന്നു അല്ലേ? എനിക്ക് പിന്നെ അമ്മച്ചി കാണണ്ടേ? വലിമിച്ചി എവിടെ? ചീനി മാമനായിട്ട് വർത്താനം പറയാ. ചീനി മാമനോ? അതെ മോളെ, ശ്രീനിവാസൻ. ഞാൻ പറഞ്ഞില്ലേ പീറ്ററിന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്ന് താമസിക്കുന്നു. എന്താ അച്ചായൻ ഇങ്ങോട്ട് വരാത്തത്? 2 ദിവസത്തിനുള്ളിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നാ പറഞ്ഞത്. അല്ല, അത് പീറ്ററിനെ ഞാൻ കണ്ടില്ല. ആഹാ, കുസൃതി കുട്ടി എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. ഞാൻ പറഞ്ഞ മരുന്ന് വാങ്ങിയില്ലേ? ഇല്ല, ഇന്ന് പീറ്റർ എത്തിയേക്കും. ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത്? മരുന്ന് കഴിക്കാതെ എങ്ങനെയാ വേദന കുറയുന്നത്? അല്ല, ഈ പീറ്ററിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. അയാളുടെ അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് വരുമായിരിക്കും. ആ, വന്ന എന്നെ ഒന്ന് കാണാൻ പറയണം. ഓ, വരട്ടെ മോളെ. ആ, മനസ്സിലായില്ല. ഇത് പീറ്ററിന്റെ കൂട്ടുകാരനാ. ആ, ഇവര് ഒരുമിച്ചാ ജോലി ചെയ്യുന്നത്. പീറ്ററിനെ പറ്റി വല്ല വിവരമുണ്ടോ? ഞാനും കണ്ടിട്ട് കുറച്ചു ദിവസമായി. ആ, ഒന്നിങ്ങി വരൂ. പീറ്ററിന് വേണ്ടി ഞാൻ കാക്കാൻ തുടങ്ങിയിട്ട് ദിവസം 2 മൂന്നായി. വീട്ടിൽ നിന്ന് പുരുഷന്മാരാരെങ്കിലും വന്നാലല്ലേ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റൂ. എന്താ ഡോക്ടർ? അവരുടെ അസുഖം അറിയാലോ. തലച്ചോറിൽ രക്തസ്രാവമാണ്.
മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും വലിയ ഹോസ്പിറ്റലിലോ കൊണ്ടുപോയാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ അതിനും സാധ്യത കുറവാണ് ഡോക്ടർ. ഇനി എത്ര കാലം എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഇന്നാവാം, അല്ലെങ്കിൽ നാളെ. ഡോക്ടർ പറഞ്ഞ മരുന്ന് വാങ്ങിച്ചാ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. രോഗം മാറാനുള്ള മരുന്നൊന്നും അല്ല അത്. അവരനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു ആശ്വാസം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ചെയ്യാനുള്ളത് എത്രയും വേഗം അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് മാത്രമാണ്. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി എന്നാൽ അവരുടെ മനസ്സിലെങ്കിലും അല്പം ആശ്വാസം കിട്ടും. തൽക്കാലം അവരോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. ചിലപ്പോ ആ ഒരു ഷോക്ക് മതി എല്ലാം അവസാനിക്കാൻ. അല്ല മോനെ, ഡോക്ടർ എന്ത് പറഞ്ഞു? അത് അമ്മച്ചി വീട്ടിലേക്ക് കൊണ്ടുപോകൊള്ളാനാ. അതെന്താ മോനെ അങ്ങനെ? ഒന്നുമില്ല, ഇനിയും ഈ മരുന്ന് മാത്രം കഴിച്ചാൽ മതി എന്നാ. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോണ്ടായോ? വേണ്ട, അസുഖം വളരെ ഭേദമായിട്ടുണ്ടെന്നാ. എന്റെ കർത്താവേ, ഇന്ന് തന്നെ പോവാൻ പറ്റുമെങ്കിൽ 6 മണിയുടെ ബസ്സിന് പോവായിരുന്നു. വേണ്ട അമ്മച്ചി, ഞാൻ ടാക്സി വിളിച്ചോണ്ടിരാം. അയ്യോ വേണ്ട മോനെ, എന്തിനാ ടാക്സി? ബസ്സിൽ പോകാനല്ലേ ഉള്ളൂ. സാരമില്ലെന്നേ, ഞാൻ പോരാ. എന്റെ അസുഖം മാറിയോ അമ്മച്ചി? പിന്നെ ഡോക്ടർ കള്ളം പറയോ? എന്തോ അതിപ്പോഴും വേദനയുള്ളതുകൊണ്ട് മോക്ക് തോന്നുന്നതാ. ഈ മരുന്ന് കഴിക്കുമ്പം വേദന താനേ മാറും. അമ്മച്ചി, ഈ സമയത്ത് അച്ഛൻ ഇവിടെ ഇല്ലാതായി പോയല്ലോ. നീ വിഷമിക്കണ്ട മോളെ, നമ്മള് വീട്ടിലെത്തുമ്പം അവനും ഇവിടെ എത്തും. എനിക്കിനി ദിവസം അമ്മച്ചിയോടൊപ്പം കിടക്കാലോ. അമ്മച്ചി, വണ്ടി വന്നു. ആ ഓഫീസല്ലേ? ഞാൻ ഡ്രൈവർ വിശ്വംഭരാണ് സാർ. വടക്കേക്കര സ്റ്റേഷനിലെ PC ശ്രീനിവാസനല്ലേ? അതെ സാർ. ഒളിവിൽ പോയ അയാൾ അടിവാരത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാറിൽ കയറി പോകുന്നുണ്ടോ? അതെ സാർ. വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്.